ഈ പൂക്കളുടെ ഗന്ധം മരണത്തിന്റെ ഗന്ധമാണെന്ന് അനുഭവം ഉണ്ടായ ആള് പറഞ്ഞെന്നോ? എന്ന് വെച്ചാ ഈ പൂ മണപ്പിച്ചിട്ട് മരിച്ചിട്ട് വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ? വിശാൽ സാറിനോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ദാ, ഈ പൂക്കളൊന്നും ഇവിടെ വേണ്ട, അത്ര തന്നെ. ആ, എനിക്ക് കാര്യം പിടികിട്ടി. എന്താ? ഇത് ആ ജാസ്മിൻ കൊണ്ടുവച്ച ബൊക്കകളല്ലേ? അതിന്റെ കുശുമ്പാ നിനക്ക്? കുശുമ്പൊന്നും അല്ല, അവള് കൊണ്ടുവച്ചതല്ലേ. അവളുടെ മനസ്സിൽ എന്താന്ന് എങ്ങനെ അറിയാം? ഒന്ന് തന്നെ. പാർവതി, നീ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? നീ ചിലപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ജാസ്മിന്റെ ബൊക്കെ നീ നശിപ്പിച്ചത് അമ്മ അറിഞ്ഞാലേ ഞാൻ പറയണ്ടല്ലോ. പിന്നെ നേരം വെളുക്കുന്നത് വരെ അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചെവിതല കേൾപ്പിക്കില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചേക്ക്. വിശാൽ സാർ എന്തൊക്കെ പറഞ്ഞാലും ദാ, ഈ പൂക്കളൊന്നും ഇനി മുറി വയ്ക്കുന്ന പ്രശ്നമില്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ തരാനല്ലേ പറഞ്ഞത്? വിട്. തരാൻ. വിട് വിശാൽ സാർ. തരാൻ. വിട്. തരാനല്ലേ പറഞ്ഞത്? പാർവതി, വിട് വിശാൽ സാർ. അയ്യോ. പാർവതി, വിട്. എഴുന്നേക്ക്. ശോ, എനിക്ക് പറ്റുന്നില്ല. ഗാർഗിയെ വിളിക്ക്. എഴുന്നേക്ക്. ഗാർഗി, ഗാർഗി ഒന്ന് വരുമോ? ആ വേളയിൽ എന്തോ പന്തേടുണ്ടല്ലോ. മാറ്. ശോ, എനിക്ക് പറ്റുന്നില്ല വിശാൽ സാറേ. എഴുന്നേക്ക്. ഞാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അയ്യോ. മാറ്. അയ്യോ. മാറ്. ഗാർഗി, ഒന്ന് എഴുന്നേപ്പിക്കുന്നേ. വാ, എനിക്ക് രണ്ടിനും കുട്ടിക്കളി മാറിയില്ലല്ലേ ഇതുവരെ? ഹാ, നടക്കട്ടെ നടക്കട്ടെ. അയ്യേ, നാണക്കേടായല്ലോ. വിശാൽ സാറേ, ഇനി എന്നോട് വഴക്കിന് വന്നോണ്ടല്ലോ. എന്നെ കൊന്നാലും ദാ, ഈ പൂക്കളൊന്നും ഈ മുറിയിൽ ഞാൻ വയ്ക്കാൻ സമ്മതിക്കില്ല. ജയയുടെ മുറിയിലുണ്ടായിരുന്ന മണം തന്നെയാ ഈ പൂക്കൾക്ക്. എന്നുവെച്ച് ഈ പൂക്കളൊക്കെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തെളിയിക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? ബൊക്കയില് സ്പ്രേ ചെയ്തിരിക്കുന്ന വിഷം പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ വിശാലിന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം. വെറുതെ അവനെ കാണാനെന്നോണം ആ റൂമിലോട്ട് ചെല്ലണം. ഈ പൂക്കള് കുഴപ്പമാണെങ്കിൽ ഇത് കണ്ട ഇതിവിടെ കൊണ്ടുവച്ച് ജാസ്മിൻ തന്നെ പേടിക്കും. ഇതിലെ സത്യം അറിയാൻ ഈ പൂക്കൾ അവളുടെ മുമ്പിൽ തന്നെ കൊണ്ടുപോകണം. ജാസ്മിൻ നിക്കലോ, ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ആ മുറി മൊത്തത്തിൽ വൃത്തിയാക്കാൻ വിശാൽ സാർ പറഞ്ഞു. മാറാല വീണ് ഇത് വൃത്തിയേടാവണ്ടെന്ന് കരുതി ഞാനിത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഇതേ നീ വിശാൽ സാറിന് കൊടുത്ത പ്രേമ സമ്മാനങ്ങളല്ലേ? അതെ, അതിവിടെ വെക്കണ്ട. തൽക്കാലേ ആ റൂമിന്റെ പുറത്ത് വെച്ചേക്ക്. റൂം വൃത്തിയായി കഴിയുമ്പോ പഴയ സ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചാൽ മതി. കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. ജാസ്മിന്റെ മുഖത്ത് നല്ല പേടി കാണുന്നുണ്ട്. ഈ ബൊക്കകൾ കുഴപ്പമാണെന്ന് ഉറപ്പായി. കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? കൊണ്ടുപോയിക്കോ നീ. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രേമ സമ്മാനം പൂക്കള് തന്നെയല്ലേ? കാരണം പ്രേമത്തിന്റെ ദേവനായ കാമദേവന്റെ ആയുധം
പൂക്കൾ കൊണ്ടുണ്ടാക്കിയ അമ്പുകളായിരുന്നല്ലോ. പക്ഷേ കാമദേവിന്റെ കയ്യിൽ ഉണ്ടാവില്ല ഇത്രയും നല്ല മണമുള്ള പൂക്കൾ. ദാ ഒന്ന് മണപ്പിച്ചു നോക്കി. അയ്യോ നോക്ക. ഒന്ന് വേഗം കൊണ്ടുപോയേ. കൊണ്ടുപോ പാർവതി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇതുപോലെ ശല്യായല്ലോ. ഞാൻ പോയേക്കാം. പോയേ. ഹേയ്, അങ്ങനെ അങ്ങ് പോയാലോ? ഈ ബൊക്കെ ഒന്ന് മണത്ത് നോക്കിട്ട് നീ പോയിക്കോ. വേണ്ട 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 വേണ്ട. പൂക്കളെ എനിക്ക് അലർജിയാ, അതുകൊണ്ടാ. മാറ്റ് മാറ്റ്. പൂക്കൾ അലർജി ആണെങ്കിലേ ദിവസവും നീ വിശാൽ സാറിന് പൂക്കൾ സമ്മാനിക്കുമല്ലോ. നീയേ കള്ളം പറയുന്നതാ. നിനക്ക് ഒരു സൂക്കേടുമില്ല. മണപ്പിക്കടി ഇത്. മണപ്പിക്ക. പാർവതി, പാർവതി. നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത എനിക്ക്. വിശാൽ സാറെന്ന് വെച്ചാ എനിക്ക് ഭ്രാന്ത് തന്നെയാ. നീ നൽകുന്ന പൂക്കൾ നിന്റെ സ്നേഹത്തിന്റെ അടയാളമല്ലെന്ന് എനിക്ക് മനസ്സിലായിരിക്കും. ഇനി ബൊക്ക, പൂക്കൾ, ഇലകൾ എന്നൊക്കെ പറഞ്ഞ് വിശാൽ സാറിന്റെ അടുത്ത് നീ ചെന്നാലുണ്ടല്ലോ, അടുക്കളയിലെ പാത്രം കഴുകിയതിന്റെ തഴമ്പുണ്ട് എന്റെ ഈ കൈകൾക്ക്. അതുകൊണ്ട് ഞാനൊന്ന് പൊട്ടിച്ചാ നീ താങ്ങില്ല. സരളേ, 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 ഇവിടെ ചത്തോ? സരളേ, എടി നീ ഇങ്ങ് വാ. എന്താ കുഞ്ഞെ? ദേ ഇതൊക്കെ എടുത്തോണ്ട് പോയേ നീ എവിടെയെങ്കിലുമൊക്കെ കള. ആ എന്താ നോക്കിയിരിക്കുന്ന? വേഗം. വിശാൽ സാറിന്റെ മുറിയിൽ തന്നെ ഇത് കൊണ്ടുവയ്ക്കാനാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ പറയുന്നു കൊണ്ടുപോയി കളയാൻ. ആ ബൊക്കകളിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കണം. ആ സർലേച്ചി, സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട്. സർലേച്ചി അതൊന്ന് നോക്കണേ. ഇത് കളയാൻ കൊണ്ടുപോവല്ലേ? ഞാൻ കൊണ്ട് കളഞ്ഞോളാം. കഷ്ണങ്ങൾ വെന്തില്ലേ? ഇനി ആവശ്യത്തിനേ മുളകും മഞ്ഞളും മല്ലി ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിക്ക. ആ കായം ചേർക്കാൻ മറക്കണ്ട. ഞാൻ കൂട്ടുകൾ ചേർത്ത സാമ്പാർ ഒരു രസം ഉണ്ടാവില്ല. സർലേച്ചിയുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയല്ലേ. ഇന്നാ ഇത് എവിടെയാന്ന് വെച്ചാ കൊണ്ട് കളയേ. ആ എങ്ങനെയാ ഇതിന്റെ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കാം? ഇതുമായിട്ട് അരവിന്ദൻ സാറിനെ ചെന്ന് കണ്ടാലോ? പോലീസ് വിചാരിച്ച ഇതിന്റെ രഹസ്യം എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും. ഈ ബുക്ക് വിശാലിന്റെ റൂമിലുണ്ടായിരുന്നാണല്ലോ. എടേടി നിന്നെ. എന്താടി ഇതില്? ഇത് ബൊക്ക. അതെനിക്ക് മനസ്സിലായി. ഇതിലെന്താണെന്ന് ഞാൻ ചോദിച്ചേ. മനസ്സിലായില്ലേ? കാശോ പൊന്നോ മോഷ്ടിച്ച് ഈ ബൊക്കയിൽ ഒളിപ്പിച്ച് ഇവിടുന്ന് കടത്താനാണോ ശ്രമം എന്നാ ചോദിച്ചത്. എന്താ പ്രതാപ? കണ്ടില്ലേ ചേച്ചി, വിശാലിന്റെ റൂമിലുണ്ടായിരുന്ന ബൊക്കയാ. ഈ ബൊക്ക എടുത്ത് ഇവൾ എങ്ങോട്ട് പോവാന്ന് ചോദിക്കായിരുന്നു. എന്തോ മോഷ്ടിച്ച് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നു. പ്രതാപന് വെറുതെ തോന്നുന്നതാ. ഈ സമയത്ത് അങ്ങനെയുള്ള വിവരക്കേടൊന്നും ഇവള് ചെയ്യില്ല, അല്ലേ? ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പുണ്ട്. എങ്ങാനും പിടിക്കപ്പെട്ടാലേ കള്ളി എന്ന ചീത്തപ്പേര് കിട്ടില്ലേ? വിശാല് പാർവതിയെ വിട്ട് ജാസ്മിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് നന്നായെന്ന് എല്ലാവരും പറയും. അത് ചേച്ചിക്ക് വെറുതെ തോന്നുകയാണെങ്കിലോ? കത്തുന്ന പുരയെന്ന് ആട്ടപ്പടലം അടിച്ചു മാറ്റല ഇവളുടെ ലൈനെങ്കിലോ? എനിക്ക് വിശ്വാസമില്ല. പരിശോധിച്ചിട്ട് ഞാൻ വിടും. അതുകൊണ്ട് നീ ഇങ്ങോട്ട് തരാം. കൊടുക്ക. ഞാൻ ഏട്ടനെന്താ നോക്കുന്നേ? ആ ബൊക്കകൾ എങ്ങനെയാ അവളുടെ കയ്യിൽ വന്നത്?
അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. അവൾക്കേ എന്തോ സംശയമുണ്ട്. ആ ബൊക്കകളുമായിട്ട് അവൾ എന്റെ അടുത്ത് വന്നിട്ട് വലിയ ഷോ കാണിച്ചു. എന്തേ അത് മണപ്പിക്കുന്ന? മണപ്പിച്ചെന്താ കുഴപ്പം? ഒരു കുത്തുന്ന സ്മെല്ല് ചേച്ചി. നമ്മുടെ പ്ലാൻ ഇന്നത്തോടെ പൊളിഞ്ഞ് നാശാവുന്ന തോന്നുന്നത്. അങ്ങനെ സംഭവിച്ച ആ വിഷം ബൊക്കയിലല്ല, അവളുടെ മൂക്കിലേക്ക് ഞാൻ ഡയറക്റ്റ് സ്പ്രേ ചെയ്യും. വിശാലിന് മുമ്പ് അവള് ചാവും. നീ എടുത്തു ചാടി അബദ്ധമൊന്നും കാണിച്ചു വെക്കല്ലേ. അടിക്കടി ഇവിടെ മരണം ഉണ്ടായ പോലീസിന് സംശയം തോന്നും. ഒരു മരണം ഇവിടെ നടക്കാൻ പാടുള്ളൂ. വിശാലിന്റെ മരണം പോലീസ് സംശയിച്ചാലും ജയയുടെ കേസിലുണ്ടായതുപോലെ എങ്ങും എത്താതെ അന്വേഷണം അവസാനിപ്പിക്കണമെങ്കിൽ സംശയിക്കത്തക്ക ഒന്നും ഈ വീട്ടിലുണ്ടാവരുത്. ഓ, ഇതിലൊന്നുമില്ല ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഇവള് എടുത്തോണ്ട് പോന്നേ? അത് ഇവളോട് തന്നെ ചോദിക്കണം. എടി, ഇത് വിശാലിന്റെ റൂമിലുണ്ടായിരുന്നതല്ലേ? ഇതെന്തിനാ നീ എടുത്തേ? അവരെന്തെങ്കിലും സംശയം പറയും. അതിനുമുമ്പ് നീ അങ്ങോട്ട് ചെല്ല. അവള് പറയുന്നത് അങ്കിളും ആന്റിയും വിശ്വസിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഈ സമയത്ത് അവർ വിശ്വസിക്കില്ല, സത്യം തന്നെ. പക്ഷെ വിശാലിനെ കൊന്ന് അവന്റെ മുഴുവൻ സ്വത്തും കൈക്കലാക്കി നീ മുങ്ങിയ അവര് നിനക്കെതിരെ തിരിയില്ലേ? പക്ഷെ ഇന്ന് പാർവതി പറഞ്ഞത് അന്നവര് നിനക്കെതിരായിട്ടുള്ള തെളിവായിട്ട് ഉപയോഗിക്കില്ലേ? നമ്മൾക്കെതിരെ ഒരു തെളിവ് ഇവിടെ അവശേഷിക്കാൻ പാടില്ല. നീ അവരുടെ അടുത്തേക്ക് ചെല്ല്. ചോദിച്ചത് കേട്ടില്ലേ? ഇത് ജാസ്മിൻ വിശാലിന് കൊടുത്ത ബൊക്കെയാണ്. ഇതെന്തിനാ നീ എടുത്തോണ്ട് വന്നത്? സരളയുടെ കയ്യില് ഞാൻ കളയാൻ കൊടുത്തയച്ചത് ആന്റി. ഇത്രയും നല്ല ബൊക്കെയോ? എന്തിനാ ഇതെടുത്ത് കളയുന്നത്? അതാന്റി, ഞാൻ സ്ഥിരം വാങ്ങുന്ന ബൊക്കെ ആ ഫ്ലവർ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇത് വാങ്ങിയത്. പക്ഷെ ഇതിന്റെ സ്മെല്ല് എനിക്കത്ര പിടിക്കുന്നില്ല. വിശാലിനും ഇഷ്ടമായിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞത്. പാറു, ഈ പൂക്കൾ പാറു ഇതുവരെ കളഞ്ഞില്ലേ? മണിക്കുട്ട, ഈ പൂക്കളിലെ എന്തോ തട്ടിപ്പുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നത്. ഞാൻ ഈ ബുക്കുകൾ ജാസ്മിന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നതാ. എന്നിട്ട് അവളുടെ ഒരു പേടിയും പരവേശവും ഒക്കെ കാണേണ്ടതായിരുന്നു. വിശാൽ സാറിന്റെ മുറിയിൽ തന്നെ തിരികെ കൊണ്ടുവയ്ക്കാനാ എന്നോട് പറഞ്ഞത്. പക്ഷേ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ സരളേച്ചിയോട് പറഞ്ഞു. അവളുടെ വെപ്രാളവും പരിഭ്രമവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന്. അവൾ ആ ബൊക്കകളെ കുറിച്ചാണല്ലോ തത്തയോട് പറയുന്നത്. കേൾക്കാനും പറ്റുന്നില്ല. എന്നിട്ട് പാറു എന്ത് ചെയ്യാൻ പോവാ? അരവിന്ദൻ സാറില്ലേ പോലീസിലുള്ളത്, ഇത് സാറിന് കൊണ്ടുകൊടുക്കാൻ പോവാ. ഇതിലെ തട്ടിപ്പ് സാറ് കണ്ടുപിടിച്ചോളൂ. പാറു എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നേ? വിശാൽ സാറിനോട് പറഞ്ഞാൽ വിശാൽ സാർ കൂടെ വരില്ലേ? വരും. പക്ഷേ എന്തിനാണെന്ന് വിശാൽ സാർ ചോദിക്കില്ലേ? തൽക്കാലം ഇതാരും അറിയണ്ട. കേൾക്കാനും പറ്റുന്നില്ല. പാറു എങ്ങനെ പോവും? ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോലും എന്റെ കയ്യിൽ നേയാൻ പൈസ ഇല്ല മണിക്കുട്ട. ഗാർഗിയോടും ചെറിയമ്മയോടും ചോദിച്ചാൽ തരും. പക്ഷേ എവിടെ പോവാനാണെന്ന് അവരും ചോദിക്കില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നടന്നു പോവും. നടന്നു പോവാനോ? കൊറേ ദൂരമില്ലേ? സാരമില്ല മണിക്കുട്ട, ഇതിന്റെ ഉള്ളുകളികൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ മണി. ഹലോ, സാറെന്താ ഒളിഞ്ഞു നോക്കുന്നത്? ഒളിഞ്ഞു നോക്കിയോ? ഞാനോ? ഹേയ്, ഇല്ലല്ലോ. സാറ് കള്ളം പറയുന്നതാ. ഇവിടെ മറഞ്ഞു നിന്ന് സാർ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതല്ലേ. മണി എന്ന പേരല്ലേ? മണിക്കുട്ടനെന്നാ മുഴുവൻ പേര്. മണിക്കുട്ടനും പാർവതിയും നല്ല കൂട്ടല്ലേ? പാറു എന്ന് പറഞ്ഞാലേ എനിക്ക് ജീവനാ. എന്നിട്ട് മണിക്കുട്ടൻ എന്താ അവളുടെ കൂടെ പോവാത്തെ? അത് അവളുടെ കയ്യിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ലേ, അത് കാരണം എനിക്ക് പാറുവിന്റെ അടുത്ത് പോവാൻ പറ്റില്ല. തല ചുറ്റും. അവൾ എവിടേക്കാ പോയത്? വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അതാ ചോദിച്ചേ. അത് രഹസ്യ, ഞാൻ പറയില്ല. മണി,
അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെയും ജാസ്മിനെയും കൊടുക്കാനുള്ള പരിപാടി തന്നെയായിരിക്കും. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. പാർവതി ഇത് എങ്ങോട്ടാ? അത് ഞാൻ അല്ല, കയ്യില് ബൊക്കെയൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും പാർവതിയെ കണ്ടാലേ ഏതെങ്കിലും സ്വീകരണം കഴിഞ്ഞ് വരുന്ന പോലെ തോന്നുക. അങ്ങനെ കരുതിയാലും തെറ്റൊന്നുമില്ല. സ്വീകരണം കഴിഞ്ഞ് തന്നെയാണ് ഞാൻ വരുന്നത്. അമ്മയുടെയും അങ്കിളിന്റെയും വക. പാർവതി സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഇനി പഴയതുപോലെ ആയ ശരിയാവില്ല വിപിൻ. മാറാമെന്ന് വിചാരിച്ചു, ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വിജയിക്കുമെന്ന് അറിയില്ല. പാർവതി മനസ്സ് വെച്ചാലേ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. അല്ല, പാർവതി എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അത് ഒരാളെ കാണാൻ. ഞാൻ പൊയ്ക്കോട്ടെ. ഏയ് നിക്ക്, നടക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. കേറ്. വേണ്ട, ഇതിവിടെ അടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. എന്നാലും കേറ്. അത് പിന്നെ വിപിന് ബുദ്ധിമുട്ടാവില്ലേ? കയറ് പാർവതി. ഞാൻ എങ്ങോട്ട് പോവാണെന്ന് അറിയാൻ വേണ്ടി എന്റെ പുറകെ വരികയാണെന്ന് തോന്നുന്നു. അയാൾ അറിയാൻ പാടില്ല. ഒരു കാരണവശാലും അയാൾ അറിയാൻ പാടില്ല. പാർവതി കേറ്. നാശം. ഈ ബൊക്കെ ഇവിടെ കളയാൻ വേണ്ടിയിട്ടാണോ അവൾ ഇത്രയും ദൂരം ഇവിടെ വന്നത്? ഇത് വീട്ടിൽ കളയാൻ സ്ഥലമില്ലേ? അവളെ കാണുന്നില്ലല്ലോ. എന്തോ ഒപ്പിക്കാനുള്ള പരിപാടി തന്നെയാ. പാർവതിയോ? കേറിയിരിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല സർ. ഇത് വിശാൽ സാറിന്റെ അനിയനാ വിപിൻ. എനിക്കറിയാം, ആ വീട്ടിലെ എല്ലാവരെയും എനിക്കറിയാം. വിശാലിന് തിരക്കായതുകൊണ്ടാണോ വിശാലിന്റെ അനിയനെയും കൊണ്ട് പാർവതി വന്നത്? അത് നിങ്ങൾ സംസാരിക്കേ. ഞാൻ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല സർ. ഞാൻ ഒറ്റയ്ക്ക് വരാൻ നോക്കിയതാ. വിപിനെ വഴിയിൽ വെച്ച് കണ്ടതാ. എന്നെ കാണാൻ പാർവതി ഒറ്റയ്ക്ക് പുറപ്പെട്ടെങ്കിൽ പാർവതിക്ക് പോലീസിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അർത്ഥം. എന്റെ ജീവൻ രക്ഷിച്ചതാ. എന്ത് സഹായം വേണമെങ്കിലും പാർവതിക്ക് ചോദിക്കാം. എനിക്ക് അങ്ങനെ വലിയ സഹായമൊന്നും വേണ്ട. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൊക്കയാ. പക്ഷേ ഇതിനെന്തോ കുഴപ്പമുണ്ട് സർ. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പൂക്കളുടെ മണം ശരിയായ മണം അല്ല. എന്തോ മായമുണ്ട്.